ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിലെ ഒരു ആവറേജിങ് ഡൗൺ സ്ട്രാറ്റജി ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ വന്നത്, മാർക്കറ്റ് തിരികെ വരാൻ സമയമെടുത്താൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ തിരികെ വന്നില്ലെങ്കിൽ എന്ത്, ആ രീതിയിലുള്ള വീണ്ടും ഫർദർ ഡൗൺ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യങ്ങളാണ് മെയിനായിട്ട് വന്നത്. എന്തായാലും ഇന്ന് നമ്മളതൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. സോ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമ്മൾ 5 ലക്ഷം രൂപ വെച്ചുള്ള ഒരു എക്സാമ്പിളാണ് ചെയ്തത്. ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണ്. അതായത് 5 ലക്ഷം രൂപയുടെ ആദ്യം 5000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫർദർ 3% വീണ്ടും താഴേക്ക് പോയാൽ 5000, വീണ്ടും 3% താഴേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ 5000 ഇടുന്നു. പിന്നെ വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ പോകും തോറും അടുത്ത ഓരോ ലെവലിലും ഡബിളായിട്ട് വരും. ഇപ്പോൾ 3 പ്രാവശ്യം 5000 വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 3 പ്രാവശ്യം 10000 വെച്ചാണ് ഇടുന്നത്. ഓരോ പ്രാവശ്യവും 3% താഴെ പോകുമ്പോൾ പിന്നത്തെ 3 പ്രാവശ്യം ഈ 10ന്റെ ഇരട്ടിയാണ് ചെയ്യുന്നത്, 20000. പിന്നെ 3 പ്രാവശ്യം ചെയ്യുന്നത് 20ന്റെ ഇരട്ടിയാണ്. അങ്ങനെ ചെയ്ത് നമ്മളൊരു 15 ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും 34% ഇൻഡെക്സ് താഴെ പോയിട്ടുണ്ടാവും. നമ്മൾ ഫുള്ള് ഫണ്ട് അപ്പോഴത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സ്ട്രാറ്റജി. ഇതിനുശേഷം മാർക്കറ്റ് തിരിച്ച് 1.15, അതായത് 15% ഏറ്റവും ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ ഇഞ്ചക്ഷന്റെ അവിടുന്ന് 15% മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്താൽ നമുക്ക് 60% റിട്ടേൺസ് കിട്ടും. ഇതാണ് സ്ട്രാറ്റജി. ഇവിടെ പ്രശ്നം, മാർക്കറ്റ് താഴേക്ക് പോയി വീണ്ടും താഴേക്ക് പോയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ തിരികെ വരാൻ സമയമെടുത്താൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് കേസിലും നമുക്ക് ഇവിടെ ഡിലേ വരുന്നുണ്ട്. അതിനുള്ള ഒരു പ്രശ്നം, അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആദ്യം 5 ലക്ഷം രൂപ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. 34% കഴിഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് 3% താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു സെറ്റ് തുടങ്ങുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 5000 വെച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത 5 ലക്ഷത്തിൻ്റെ സ്ട്രാറ്റജി അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്മൾ നിഫ്റ്റി ബീസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഈ 15 പ്രാവശ്യം നമ്മൾ ഫണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫണ്ട് തീരും, 5 ലക്ഷം തീരും. മാർക്കറ്റ് പിന്നെയും പോകുന്നു. നമ്മൾ കാൽക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് അതേ സ്കീം ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി അല്ലെങ്കിൽ UTI നിഫ്റ്റി, ഇങ്ങനെ പല സ്കീമുകളുണ്ട്. നിഫ്റ്റി 50 ബേസ് ചെയ്തുകൊണ്ടുള്ള ETF തന്നെ എൻ്റെ അറിവിൽ ഏതാണ്ട് 8 എണ്ണം ഉണ്ട്. ഈ നിഫ്റ്റി ബീസ്, ICICI പ്രൊഡൻഷ്യൽ, അതിലേതെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, 5 എണ്ണം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇതിലേതെങ്കിലും വേണമെങ്കിലും ചെയ്യാം. നമ്മളുടെ രണ്ടാമത്തെ സ്ട്രാറ്റജി സ്ട്രാറ്റജി സെയിം ആണ്. രണ്ടാമത്തെ സെറ്റ് വീണ്ടും 5000 വെച്ച് തുടങ്ങുന്നു, ഇവിടെ നിന്നും തുടങ്ങുന്നു. പക്ഷേ അതിൻ്റെ റൂള് സെയിം ആണ്. 15% ഈ 184 ഇവിടെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ട്രിപ്പിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഇവിടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് എത്രയാണോ 1.5, അതായത് ഇതിന്റെ 15% ഹൈ എത്തുമ്പോൾ ഈ ഒരു സെറ്റ് ക്ലോസ് ചെയ്യണം. നിഫ്റ്റി താഴെ 58% വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഒരു ലെവലിലെത്താൻ ഒരുപക്ഷെ സമയം എടുത്തേക്കാം. നമുക്കത് വിഷയമല്ല. ഇവിടെ എത്തുമ്പോൾ തന്നെ ക്ലോസ് ചെയ്താലും നമുക്ക് ഈ റിട്ടേൺസ് കിട്ടും, 60%. കാരണം നമ്മുടെ ടെക്നിക്കലായി മാത്ത് ബേസ് ചെയ്തുള്ള ഒരു സ്കീം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതിവിടെ തെറ്റേണ്ട ഒരു കാര്യമില്ല. 60% റിട്ടേൺസ് നമുക്ക് ഇവിടെ കിട്ടും. എവിടെ? മാർക്കറ്റ് നിഫ്റ്റി തിരിച്ച് 58% വരെ പോയ നിഫ്റ്റി തിരിച്ച് 34% എത്തിയിട്ട് വീണ്ടും ഒരു പക്ഷേ 15% മുകളിൽ എത്തുമ്പോഴേക്കും അതെവിടെയാണ്? 184.91 × 1.15 എന്ന് പറയുന്നത് 212 എത്തുമ്പോഴേക്കും നമ്മളുടെ 15% ഹൈ ആയി ഈ എൻട്രി പ്രൈസിനേക്കാൾ. ഏതാണ്ട് ഈ ഒരു ഫീൽഡ് ഇതിൻ്റെ താഴെ എത്തുമ്പോഴേക്കും നമുക്കത് ക്ലോസ് ചെയ്യാം. 60% പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാം. ഇനി അതല്ല, 58% കഴിഞ്ഞ് വീണ്ടും നിഫ്റ്റി താഴേക്ക് പോവുകയാണ്, വീണ്ടും 73% വരെ പോയാൽ പോലും നമുക്ക് മൂന്നാമത്തെ മറ്റൊരു FD പൊട്ടിച്ചിട്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന മറ്റൊരു 5 ലക്ഷം രൂപ തിരിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സമയമാണപ്പോൾ. ആ സമയത്ത് അത് കൊണ്ടുവരികയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഈ നിഫ്റ്റി ഏറ്റവും ആദ്യം ആ നിഫ്റ്റിക്ക് കുറെ ടൈം എടുത്താൽ പോലും ഈ രണ്ടാമതിടുന്നതും അല്ലെങ്കിൽ മൂന്നാമതിടുന്നതും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ, ഒരുപക്ഷെ മാസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ച് നമുക്ക് 60% റിട്ടേൺസ് തരുന്ന ലെവലിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ മൂന്നാമത്തേത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് 134 എത്തുമ്പോഴാണ്.
134 എത്തുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം ലാഭത്തിൽ. നിഫ്റ്റി എവിടുന്ന് പോയോ അവിടെ വരെ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിപ്പം മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഉള്ള ഒരു സാഹചര്യമാണ് പറഞ്ഞത്. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇപ്പോൾ 14% കണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി നമ്മൾ പ്രതീക്ഷ കൊണ്ട് താഴേക്ക് പോയില്ല എങ്കിൽ ഇത്രയും വലിയ ഫണ്ടുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമ്പർ 1 പ്രശ്നം. നമ്പർ 2, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഫണ്ട് ഇടാൻ പറ്റിയില്ല. അതിനും സൊല്യൂഷനുണ്ട്. ഇതാണെന്ന് കരുതുക. ആദ്യത്തേത് ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി പറയുക. മാർക്കറ്റ് എവിടെയാണോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ ഫോർ എക്സാമ്പിൾ മുകളിലേക്കാണ് പോയത് എങ്കിൽ നമ്മൾ മുകളിൽ അടുത്ത ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ന്യൂ സെറ്റ്, ഒരു പുതിയ സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ഇതേ രീതിയിൽ പോകും. ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഇത്രയും ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്തതെല്ലാം 15%, 292-ന്റെ 15% മുകളിലെത്തുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. 335-ന് ക്ലോസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഒരു പുതിയൊരു സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിരന്തരം മാർക്കറ്റ് എവിടെ പോയി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്ട്രാറ്റജിയാണിത്. പ്രത്യേകിച്ചും ഇത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അവസരങ്ങൾ നമുക്ക് കിട്ടുക. കാരണം മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോന്നേ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കിയുള്ള എല്ലാ സിസ്റ്റവും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഇത് സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത ആൾക്കാർ. എന്തായാലും നമ്മൾ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കാം. നിഫ്റ്റി ഇതിനു മുമ്പ് എത്ര വരെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അല്ലെങ്കിൽ അമേരിക്കയിലെ ഇൻഡെക്സ് ആയിട്ടുള്ള ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് DJIA ഒന്ന് നോക്കാം. DJIയുടെ സിറ്റുവേഷൻ ഇതിനു മുമ്പ് പോയപ്പോഴൊക്കെ എന്ത് സംഭവിച്ചു? ഞാൻ ചോദിച്ചത് DJIA തുടങ്ങിയതിന് ശേഷം വലിയ രീതിയിൽ താഴോട്ട് എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, തിരിച്ചു വരാൻ എത്ര സമയം എടുത്തു എന്നാണ് ചോദിച്ചത്. അവർ പറയുന്നത് ഇത് 1907 മുതലാണ് ഇവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഫോളുകൾ വന്നിട്ടുള്ള 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യം ഈ താഴോട്ട് പോയിട്ടുണ്ട്. 907 ഒന്ന് പോയി 48%. 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. 929 ഏറ്റവും വലിയ ഫോൾ വന്നത്. അത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യമാണ്. അന്ന് 89% താഴെ പോയി. അതിനുശേഷം 25 വർഷം കഴിഞ്ഞാണ് ഇത് തിരിച്ചു കയറിയത് ആ ലെവലിലേക്ക്. 73-74 45% താഴെ പോയിട്ട് 7 വർഷം എടുത്തു. ബ്ലാക്ക് മൺഡേ എന്ന് പറഞ്ഞ 87 ബിയർ മാർക്കറ്റ് വന്നു. 36% താഴെ പോയിട്ട് 2 വർഷം കൊണ്ട് ആണ് തിരികെ വന്നത്. .com ബബിളിൽ 38% താഴെ പോയി 7 വർഷം എടുത്ത് തിരിച്ചു വന്നു. ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് 2007, 2008, 2009 54% പോയിട്ട് 6 വർഷം എടുത്തിട്ട് തിരിച്ചു വന്നു. പിന്നെ ഉള്ള ഫോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. 37% താഴെ പോയിട്ട് 6 മാസം കൊണ്ട് തിരിച്ചു വന്നു. ഇതാണ് ഇതിൻ്റെ ഒരു DJIയുടെ ഒരു സിറ്റുവേഷൻ. അതായത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. 100 വർഷത്തിന് മുകളിലുള്ള കണക്കെടുത്തപ്പോഴും പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇൻഡെക്സുകൾ. നിഫ്റ്റിയുടെ ഒന്ന് നോക്കാം. നിഫ്റ്റി ഒരു പുതിയ ഇൻഡെക്സ് ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പഴക്കമില്ലാത്തതാണ്. എന്നാലും നമുക്ക് നോക്കാം. തൊണ്ണൂറ്റേഴില് കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, വലിയ ബെയർ മാർക്കറ്റുകൾ വന്നിട്ടുള്ള 1, 2, 3, 4, 5, 6 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. 6 പ്രാവശ്യത്തിൽ ആദ്യത്തേത് 97, 98 30% താഴെ പോയിട്ട് 1 വർഷം കൊണ്ട് തിരികെ വന്നു. .com ബബിളിൽ 2001 45% താഴെ പോയിട്ട് 5 വർഷം എടുത്തു തിരികെ വരാൻ. 2008 കേസ് കെട്ടിലെ 60% പോയിട്ട് 4 വർഷം കൊണ്ട് തിരികെ വന്നു. പിന്നെ ഈ ഒരു ടേപ്പർ ടാൻട്രം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇത് 2013 ചെറിയൊരു ഫോളാണ്. അത് 6 മാസം കൊണ്ട് തിരികെ വന്നു.
ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, എന്താണെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ഫോളോ വന്നു, എന്താണ് ഈ സംഭവം എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അത് കഴിഞ്ഞ് കോവിഡ് 40% താഴെ പോയിട്ട് 6 മാസം കൊണ്ട് തിരികെ വന്നു. റഷ്യയിലെ യുക്രൈൻ പ്രശ്നം 18% താഴെ പോയിട്ട് 6 മാസം കൊണ്ട് തിരികെ വന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇത് പോകുന്നുണ്ടെങ്കിലും തിരികെ വരുന്നുമുണ്ട്. ഒരു പക്ഷെ ടൈം കൂടുതൽ എടുക്കുന്നുണ്ടായേക്കാം, പക്ഷേ ടൈം കൂടുതൽ എടുത്താലും തിരികെ വരുന്നുണ്ട്. അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സ്ട്രാറ്റജി നമുക്കതുകൊണ്ട് വർക്കാവും. എസ്പെഷ്യലി താഴേക്ക് പോകുന്ന സമയത്ത് അഡീഷണൽ ഓരോ സെറ്റുകൾ കൂടെ, 1, 2, 3 സെറ്റുകൾ കൂടെ അഡീഷണൽ ആയിട്ട് പല ലെവലുകളിൽ താഴേക്ക് ചെയ്ത് അതും 60% പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്ത് സേഫായിട്ട് നിന്നാൽ ഈ സ്ട്രാറ്റജി വർക്കാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.